നമസ്കാരം. ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ അവിഹിത ബന്ധം അറിഞ്ഞതിന്റെ പകയിൽ ഭർത്താവിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും കാമുകനും ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മജ്ഹോല സ്വദേശിയായ പവനാണ് കൊല്ലപ്പെട്ടത്. പവന്റെ ഭാര്യ അഞ്ജൽ, ഇവരുടെ കാമുകനും അനന്തരവനുമായ അങ്കിത്, അഞ്ജലിന്റെ സഹോദരി ശിഖയുടെ കാമുകൻ അജയ് എന്നിവരെയാണ് മൊറാദാബാദ് പോലീസ് പിടികൂടിയത്. അഞ്ജലും അങ്കിതും തമ്മിലുള്ള വിവാഹബന്ധം പവൻ അറിഞ്ഞതാണ് ഈ ദാരുണ കൊലപാതകത്തിന് കാരണമായത്. ഇതേ ചൊല്ലി വീട്ടിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു. 6 വർഷം മുൻപ് വിവാഹിതരായ പവൻ, അഞ്ജൽ ദമ്പതിമാർക്ക് 3 വയസ്സുള്ളൊരു മകളുമുണ്ട്. തന്റെ പ്രണയത്തിന് തടസ്സമായി നിന്ന പവനെ ഇല്ലാതാക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഭാര്യയും സംഘവും ആസൂത്രിതമായി പദ്ധതിയിട്ടിരുന്നു. കൊലപാതകം നടപ്പാക്കുന്നതിനായി സഹോദരി ശിഖയെ അഞ്ജൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് ശിഖയുടെ കാമുകനായ അജയനെ കൂടി ക്രൂര പദ്ധതിയിൽ പങ്കാളിയാക്കുകയുമായിരുന്നു. സംഭവം നടന്ന ദിവസം പ്രതികൾ ഒത്തുചേർന്ന് പവനെ നിർബന്ധിപ്പിച്ച് വിഷം കഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പവൻ ശക്തമായി എതിർത്തതോടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. ഇതോടെ അക്രമി സംഘം പവനെ ബലമായി കെട്ടിയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഇതുകൊണ്ടും ദാഹം തീരാത്ത പ്രതികൾ ഏകദേശം 3 മണിക്കൂറോളം പവനെ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ച് പീഡിപ്പിച്ചു. പവൻ പൂർണ്ണമായും അവശനായതോടെ സംഘം വീണ്ടും ബലമായി വിഷം ഉള്ളിൽ ചെന്നുവെന്ന് ഉറപ്പാക്കുകയായിരുന്നു. മരണം ഉറപ്പായതോടെ കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം ഗോവണിപ്പടിയിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. പവൻ വിഷം കഴിച്ച് ഗോവണിൽ നിന്ന് വീണതാണെന്നാണ് പ്രതികൾ അയൽവാസികളോട് പറഞ്ഞത്. എന്നാൽ പവന്റെ ബന്ധുക്കൾ മരണത്തിൽ ശക്തമായ സംശയം പ്രകടിപ്പിച്ചു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പവൻ 3 മാസം മുൻപ് സഹോദരിയെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും അന്ന് ആരും അത് കാര്യമാക്കിയിരുന്നില്ല. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. അറസ്റ്റിലായ 4 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിശ്വാസ്യതയും സ്നേഹവും അടിസ്ഥാനമാകേണ്ട ദാമ്പത്യ ബന്ധങ്ങൾ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് തകർന്നടിയുന്നത് എന്നതിന്റെ ഭീതിതമായ തെളിവാണ് മൊറാദാബാദിലെ ഈ സംഭവം. അവിഹിത ബന്ധങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പങ്കാളിയെ ഇല്ലാതാക്കാൻ സ്വന്തം ചോര ബന്ധം പോലും കൂട്ടുപിടിച്ച് ക്രിമിനൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന മാനസികാവസ്ഥ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് കാണുകയാണ്. വെറും 20കളിൽ എത്തി നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇത്രയും ആസൂത്രിതമായ ഒരു കൊലപാതകം നടപ്പിലാക്കിയെന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ പരമാവധി ശ്രമിച്ചെങ്കിലും ബന്ധുക്കളുടെ ജാഗ്രതയും പോലീസിന്റെ കൃത്യമായ അന്വേഷണവുമാണ് കൊലപാതകത്തിന് ചുരുളഴിച്ചത്. കേസിൽ ഉൾപ്പെട്ട 4 പ്രതികളെയും അതിവേഗം വലയിലാക്കാൻ കഴിഞ്ഞത് നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. പരമാവധി തെളിവുകൾ ശേഖരിച്ച പ്രതികൾക്ക് അർഹമായ കഠിന ശിക്ഷ തന്നെ കോടതി വാങ്ങി നൽകുമെന്നാണ് പൊതുസമൂഹം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പവൻ 3 മാസം മുൻപ് സഹോദരിയോട് പറഞ്ഞിട്ടും അത് ഗൗരവമായി എടുക്കാതിരുന്ന കുടുംബാംഗങ്ങളുടെ വീഴ്ച ദുരന്തത്തിന്റെ ആഴം കൂട്ടുന്നു. കുടുംബത്തിനകത്തോ പുറത്തോ ഒരാൾ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് വെളിപ്പെടുത്തുമ്പോൾ അതിനെ നിസ്സാരമായി കാണാതെ കൃത്യമായി നിയമസഹായം തേടാൻ ബന്ധുക്കൾ തയ്യാറാകണം. തുടക്കത്തിൽ നൽകുന്ന ചെറിയൊരു ശ്രദ്ധയും ഇടപെടലും ഒരുപക്ഷെ വലിയ ജീവൻ രക്ഷിച്ചേക്കാം. ഏതായാലും അതിക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തയാണ് വരുന്നത്.